രേണു സുധീർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. ഈ ലോകത്ത് ഒരു മനുഷ്യനും ഒരു ജീവജാലങ്ങൾക്കും വരല്ലേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയാണ് ക്യാൻസർ എന്ന് പറയുന്നത്. കാരണം ഞാൻ ജനിച്ചതും വളർന്നതും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ പേഷ്യൻ്റ് ഉള്ള ഒരു സ്ഥലത്തായിപ്പോയി. നമ്മുടെ ഈ ഏരിയയിലാണ് ഏറ്റവും കൂടുതലുള്ളത്, കരുനാഗപ്പള്ളി ചവറ ഭാഗത്ത്. അതുകൊണ്ട് തന്നെ ഈ പണ്ടാരം എത്രമാത്രം നശിച്ച ഒരു സാമാനമാണെന്ന് കണ്ട് മരവിച്ചു വരുത്തനാണ് ഞാൻ. ഒരു കുടുംബത്തിലെ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അത് ആ ഒരു വ്യക്തിയെ മാത്രമായിരിക്കത്തില്ല ഇത് ബാധിക്കുന്നത്. ദ കംപ്ലീറ്റ് ഫാമിലിയെ, അവരുടെ സമാധാനത്തെ, സന്തോഷത്തെ, ഫിനാൻഷ്യലി ഉള്ള ഇതിനെ എല്ലാത്തിനെയും തകിടമറിയുന്ന തരത്തിലുള്ള ഒരു പണ്ടാരമാണിത്. സാമ്പത്തികമായും ഇത് നല്ല രീതിയിൽ തളർത്തും. പൈസ ഇല്ലാത്തവർ ഈ RCCയിലൊക്കെ പോയി ചികിത്സിക്കാറുണ്ട്. പക്ഷെ അവിടുത്തെ ചികിത്സയൊക്കെ ഓക്കെയാണ്, പക്ഷേ ചില കാര്യങ്ങളൊന്നും നമുക്ക് കണ്ടിരിക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ കടം മേടിച്ചിട്ടാണെങ്കിലും ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. RCC മോശമാണ് എന്നല്ല ഞാൻ പറയുന്നത്. പിന്നെ ഈ പേഷ്യൻസ് കടന്ന് അനുഭവിക്കുന്നത് നമ്മളാണ്, നമ്മുടെ കൺമുമ്പിലാണ് നമ്മൾ കാണുന്നത്. തളർന്നു പോവും, മരവിച്ചു പോവും. അതുകൊണ്ട് തന്നെ ഇതൊരു വ്യക്തിക്കും വരാൻ പാടില്ല, ഒരു ജീവിക്കും വരാൻ പാടില്ല എന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇത്രയും ഇത് പറയാനുള്ള കാരണം രേണുസുധിയാണ്. രേണുസുധി ഇപ്പോൾ ക്യാൻസറിന്റെ കീമോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. രേണുസുധി എങ്ങനെയാണ് ഫേമസ് ആയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ലാസ്റ്റ് ഒരു 2-2.5 കൊല്ലത്തെ കാര്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി കോൺട്രവേഴ്സീസ് ഉണ്ടാക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. നെഗറ്റിവിറ്റി മാത്രം സ്പ്രെഡ് ചെയ്ത് പ്രശസ്തിയിലെത്തിയ ഒരു വ്യക്തി, അതാണ് രേണു. ഇവർക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞ സമയത്ത് ഞാൻ കരുതി സീരിയസ്ലി ഇനിയെങ്കിലും ആളുകൾ ഇവരെ വെറുക്കാതിരിക്കും, കുറച്ച് അനുകമ്പയോടെ സംസാരിക്കും, ആളുകൾക്ക് ഇവരോടുള്ള മെന്റാലിറ്റി, ഒരു സ്നേഹമൊക്കെ കൂടും എന്ന് ഞാൻ കരുതി. ഇവർക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞ സമയത്ത് ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഒരു സഹതാപവും ഒരു സ്നേഹവും ഇവരോട് തോന്നി എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതെല്ലാം തിരുത്തുന്ന രീതിയിൽ ഇതേ സഹതാപവും സ്നേഹവും തോന്നിയ ആളുകളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്ന രീതിയിലാണ് രേണുവിന്റെ പ്രവർത്തികൾ. അതേ വ്യക്തികൾ തന്നെ രേണുവിനെതിരെ വന്ന് കമന്റ് സെക്ഷനിൽ കമന്റ് ഇടുകയാണ് ഇപ്പോൾ, ഒരു ദയയും ദാക്ഷിണ്യവും കാണിക്കാതെ. ഇവർ ഈ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോഴും കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, കോണ്ടന്റിന് വേണ്ടിയിട്ട് കോൺട്രവേഴ്സീസ് ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചികിത്സിക്കാൻ പണം ഇല്ലാഞ്ഞിട്ടാണോ, അതോ പണത്തിന് വേണ്ടിയിട്ടാണോ, അതോ ഇവർക്ക് വിവാദങ്ങൾ ഉണ്ടാക്കാതെ ഇരിക്കപ്പുറത്ത് കിട്ടുന്നില്ലേ? വിവാദങ്ങൾ ഉണ്ടാക്കി ഹരം പിടിച്ചു പോയോ? എന്ത് കാരണത്തിന്റെ പുറത്താണെങ്കിലും ഈ ഒരു അവസ്ഥയിലെങ്കിലും ആളുകളെ കൊണ്ട് നല്ലത് പറയിപ്പിക്കൂ. ഈ രീതിയിൽ ആളുകളെ വെറുപ്പ് സമ്പാദിക്കാതിരിക്കൂ. ഇത്രയും നാളും ഇല്ലാത്ത പ്രശ്നങ്ങളാണ് കിച്ചുവും രേണുവും തമ്മിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്രയോ സമയം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു അടിച്ചു തീർക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോഴാണോ ഇതിനൊക്കെ സമയം കിട്ടുന്നത്? രേണുവിന്റെ പക്ഷം പിടിച്ച് സംസാരിക്കാൻ വേണ്ടി കുറെ ആളുകൾ, കിച്ചുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ വേണ്ടി കുറെ ആളുകൾ. ഇത് കാണുന്ന ജനങ്ങളെടുത്ത്, എൻ്റെ ഓഡിയൻസിനടുത്ത് ഞാൻ പറയുകയാണ്, ഒരൊറ്റ കുഞ്ഞുങ്ങളെ പോലും വിശ്വസിക്കരുത്. ഈ 2 ടീമും ഉഡായിപ്പുകളാണ്, നല്ല ഒന്നാന്തരം ഉഡായിപ്പുകളാണ്. ഇന്ന് നിങ്ങൾ രേണുവിന്റെ ഭാഗത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ നാളെ നിങ്ങൾ അതിനെ ഓർത്ത് റിഗ്രറ്റ് അടിക്കേണ്ടി വരും. സെയിം അവസ്ഥ തന്നെ കിച്ചുവിന്റെ ഭാഗത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇവരെയാണോ സപ്പോർട്ട് ചെയ്തത് ചിലപ്പോൾ അങ്ങനെ തോന്നിപ്പോയി കഴിഞ്ഞാലും തെറ്റു പറയാൻ പറ്റില്ല. അതാ പറഞ്ഞ് 2 കൂട്ടരുടെ ഭാഗത്തു നിന്നും സംസാരിക്കാൻ പറ്റില്ല. 2ഉം ഉഡായിപ്പുകളാണ്. ക്യാൻസർ വന്നു എന്ന് കരുതി രേണു ഒരിക്കലും പുണ്യാളത്തിയാവുന്നില്ല. ചെയ്തു വെച്ച കാര്യങ്ങളൊന്നും ആരും മറക്കാനും പോകുന്നില്ല. അച്ഛനില്ലാതെ അമ്മയില്ലാതെ വളർന്നു വന്നതിന്റെ പേരിൽ കിച്ചു ചെയ്യുന്നതൊന്നും എപ്പോഴും അക്സെപ്റ്റ് ചെയ്യാനും പറ്റില്ല. അവനും പുണ്യാളനാവണില്ല. സത്യത്തിൽ കിച്ചു ഇതുവരെ എക്സ്പോസ്ഡ് ആയിട്ടില്ല എന്നുള്ളതാണ്. അവന് ബുദ്ധിയുണ്ട്. അവനെതിരെ വരാൻ സാധ്യതയുള്ള മൈനറായിട്ടുള്ള അലിഗേഷൻസ് എല്ലാം അവൻ ഒരു കുമ്പസാരം പോലെ ഒരു വീഡിയോയിൽ വന്ന് ഏറ്റു പറഞ്ഞങ്ങ് അത് വെച്ച് പിന്നെ അവനെ ആരും ബ്ലാക്ക് മെയിൽ ചെയ്യാനോ കുറ്റപ്പെടുത്താനോ നിൽക്കില്ല. അവൻ വന്ന് ഏറ്റു പറയുന്നവരെ അക്സെപ്റ്റ് ചെയ്യുന്ന നാടാണ് നമ്മളത്. അവനൊന്ന് ഏറ്റു പറഞ്ഞല്ലോ, പാവം, അവൻ നന്നായല്ലോ എന്ന് ആളുകൾ വിചാരിച്ച് അവനെ സ്നേഹിച്ചു ആളുകൾ. അവൻ ബ്രില്യൻ്റ് ആണ്. അവൻ ബ്രില്യൻ്റ് മൂവ് ആയിരുന്നു. അവൻ ഇതുവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് വീഡിയോ അതായിരുന്നു. ഇനി ആർക്കും അവനെ ആ കാര്യം പറഞ്ഞ് ത്രട്ടൺ ചെയ്യാൻ പറ്റില്ല. നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ വിളിച്ച് പറയൂടാന്നും പറഞ്ഞിട്ട് 2 ദിവസം മുമ്പ് നമ്മുടെ ഫാദർ വന്നിട്ട് അവൻ കള്ളു കുടിച്ച് അങ്ങനെയൊക്കെ പോയി എന്നൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഏറ്റില്ല. കാര്യം എന്താ? അത് ഓൾറെഡി കിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഫാദർ വലിയ എന്തോ ബോംബ് പൊട്ടിക്കുന്ന പോലെ ഒന്ന് പറഞ്ഞിട്ടും അതൊരു ഓലപ്പടക്കത്തിന്റെ എഫക്റ്റ് പോലും ഇല്ലാതായിപ്പോയി. ഫാദറിനേക്കാളും 1 മുഴം മുമ്പേ കിച്ചു എറിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അത് നിലവിൽ ഇപ്പോൾ കിച്ചു ആൻഡ് രേണു ഒരു കോൾഡ് വാറാണ് ഇവരുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു രേണു കഴിഞ്ഞ ദിവസം തന്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരുടെ ഇളയ മകൻ ഋതപ്പൻ രേണു പറയുന്ന ആളുകൾക്ക് മാത്രമേ അവന്റെ മുകളിൽ അവകാശമുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത്. ഇതാണ് ആ തംബ്നെയിലകത്ത് എഴുതി വെച്ചേക്കുന്നത്. ഞാൻ വായിക്കാവേ. ബഹുമാനപ്പെട്ട കോടതിയോട്, തംബ്നെയിലിനകത്ത്, ക്യാൻസർ 4th സ്റ്റേജ് ബാധിതയായ ഞാൻ മരിച്ചാൽ എൻ്റെ മകൻ ഋതപ്പന്റെ പൂർണ്ണാവകാശം തങ്കച്ചൻ PG, കുഞ്ഞുജമ്മ തങ്കച്ചൻ, രമ്യ ലിബു എന്നിവർക്ക് മാത്രം എന്ന് പറഞ്ഞിട്ടാണ് രേണു തംബ്നെയിലിനകത്ത് തന്നെ. ഇത് തന്നെയാണ് വീഡിയോയ്ക്കകത്തും പറയുന്നത്. കോടതി എന്നു മുതലാണ് തംബ്നെയിൽ നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ തുടങ്ങിയെന്ന് എനിക്കറിയില്ല, വിവരമില്ലായ്മയാവാം. എന്താണെങ്കിലും പുള്ളിക്കാരത്തി പറയുന്ന വീഡിയോ നമുക്കൊന്ന് കാണാം.
ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നു. കുറച്ച് കാര്യങ്ങളൊന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി, എന്നെ സ്നേഹിക്കുന്നവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. പിന്നെ ഇപ്പൊ ഇച്ചിരി സുന്ദരിയായിട്ടിരിക്കുന്നല്ലോ ആണ്. എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നെ വിഗൊക്കെ വെച്ച് ഒരു പൊട്ടൊക്കെ തൊട്ട് കമ്മലൊക്കെ ഇട്ട്, കാരണം നമ്മൾ ഇങ്ങനെയാണല്ലോ ജീവിതത്തിൽ നടന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് മുടിയൊക്കെ പോയി നമ്മൾ പൊട്ടൊന്നും തൊടാതെ കണ്ണെന്ന് എഴുതാതിരിക്കാൻ നമുക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമമാവും. അപ്പം നമ്മൾ എങ്ങനെയാണോ, ഇപ്പം നമ്മുടെ കുടുംബത്തിൽ ക്യാൻസർ രോഗി ഉണ്ടെങ്കിൽ അവരെ എത്രത്തോളം നമ്മൾ സന്തോഷിപ്പിക്കുക അത്രത്തോളം നമ്മൾ സന്തോഷിപ്പിക്കണമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എന്നെപ്പോലെ ശരിയാണ്, നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ എത്രമാത്രം സന്തോഷിക്കണം അത്രമാത്രം അവരെ സന്തോഷിപ്പിക്കണം. പക്ഷെ സന്തോഷിക്കണമെന്ന് ആ വ്യക്തിക്ക് കൂടി തോന്നണം. ഇവിടെ രേണു എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? രേണുവിന് വിവാദങ്ങൾ സൃഷ്ടിക്കാതെ ഇരിപ്പുറയ്ക്കുന്നില്ല. ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ അടിച്ചു വിട്ടുകൊണ്ടിരിക്കുക. 1-2 കൊല്ലായിട്ടുള്ള ശീലമല്ലേ, പെട്ടെന്ന് കളയാൻ പറ്റുന്നില്ലായിരിക്കും. അതാ ഈ ഒരു വീഡിയോയുടെ ആവശ്യകത ഉണ്ടായിരുന്നില്ല. ഇതിന്റെയും ഉദ്ദേശം അത് തന്നെ. ബാക്കി കേക്ക്. ഇൻഫെക്ഷന്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ല, കീമോ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് എനിക്ക് വയ്യാണ്ടാവും. അന്ന് ഞാൻ കിടന്നുകൊണ്ടാണ് ICU പോകുന്നതിന്റെ തലേന്നൊരു വീഡിയോ ഇട്ടു. അതെടുത്തിട്ട് പിറ്റേന്ന് ഞാൻ എഴുന്നേറ്റപ്പോൾ അതിനും കുറ്റം. അപ്പം ഞാൻ എഴുന്നേക്കാൻ പാടില്ല, ഞാൻ എപ്പോഴും കിടന്നെങ്കിൽ ഞാൻ ഡെഡ് ബോഡി ആകണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ടെന്ന് എനിക്കിപ്പം മനസ്സിലായി. കാരണം എന്ത് വീഡിയോ ഇട്ടാലും അല്ലെ അവൾ ക്യാൻസർ രോഗിയല്ലേ, അവളൊന്ന് സന്തോഷിക്കട്ടെ എന്നല്ല പറയുന്നത്, അവൾ എന്താണ് മരിക്കാത്തതെന്നാണ് ഓർത്തിരിക്കുന്നത്. അപ്പൊ താൻ ഇത്രയും വലിയ രോഗാവസ്ഥയിൽ കിടന്നിട്ട് പോലും ആളുകൾക്ക് തന്നോട് ഒരു തരത്തിലുള്ള മമതയും ദയയും ഒന്നും തോന്നാതിരിക്കുന്നുണ്ടെങ്കിൽ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കൂ അതെന്തുകൊണ്ടാണെന്ന്. അപ്പം മനസ്സിലാവും. ആളുകൾ രേണുവിന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഈ ഒരു അവസ്ഥയിലും വളരെ മോശമായിട്ടുള്ള ഇപ്പൊ ഈ പറഞ്ഞതുപോലുള്ള കമന്റുകൾ ഇടുന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് പറയുന്നില്ല, ഏതാണ്ട് ഒരു 90% ഉത്തരവാദിത്വവും രേണുവിന് തന്നെയാണ്. രേണുവിന്റെ പ്രവൃത്തികൾ കൊണ്ടാണ്. എന്തിനിങ്ങനെ പറയിപ്പിക്കണം? ഇനി കാര്യത്തിലോട്ട് വരാം. ഈ വീഡിയോയുടെ ഉദ്ദേശം പറയുന്നത് കേട്ടോ. ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വന്നത് വെച്ചാൽ, ഞാനൊരു നീക്കം പറഞ്ഞു. അത് ആരുടെയാണോ പേരൊന്നും ഞാൻ പറയുന്നില്ല. ആ നീക്കം എന്നെ വളരെയധികം ദുഃഖത്തിലാഴ്ത്തി. കാരണം എനിക്ക് 10ാം തീയതി കീമോയാണ്. മനസ്സ് എത്രത്തോളം സന്തോഷിക്കാവോ അത്രത്തോളം സന്തോഷിക്കണം. എനിക്കിനി എന്താണ് സന്തോഷിക്കാനുള്ളതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ സാധാരണ ഒരു ക്യാൻസർ അല്ല എനിക്ക്. ക്യാൻസർ ആണെങ്കിൽ പോലും അതിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആണ് എനിക്ക്. അത് എനിക്കും അറിയാം, എൻ്റെ വീട്ടുകാർക്കും അറിയാം. നിങ്ങൾ ഈ പറയുന്നത് കള്ളത്തര, എന്തിനാണ് ഞാൻ ഈ കള്ളത്തര? ഈ തിക്ക് ലൈൻ ഏതായാലും വിവരമുള്ളവർക്കറിയാം. ഹാർട്ടിൽ കിടക്കുന്ന സാധനമാണ് ഇതിനകത്തൂടെ. അതിന്റെ കത്തീറ്റർ ഹാർട്ടിൽ കിടക്കുന്നതാണ്. സോ ഇത് വെറുതെ എന്തായാലും ഒരു ഡോക്ടേഴ്സും കുത്തിയിടത്തില്ല. അസുഖം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇടുന്നത്. നമ്മൾ കള്ളം ചെയ്യത്തില്ല, കള്ളം പറയത്തില്ല. ഒരു അസുഖത്തെ വെച്ച്, അത് ഇത്രയും വലിയൊരു മാരകാവസ്ഥയെ വെച്ച് നമ്മൾ കള്ളം പറയില്ല. അപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമായത്, എന്റെ കുഞ്ഞ് ഋതപ്പൻ ഇനി എന്നിൽ നിന്ന് അവനെ അവകാശം തട്ടിയെടുക്കാൻ നോക്കുന്നുണ്ട്. അത് ഞാൻ അറിഞ്ഞു. അവന്റെ അമ്മ ഞാനാണ്, എനിക്കിനി ആകെ ഉള്ളത് അവനാണ്. എനിക്ക് മാനസികമായിട്ട് വളരെ വിഷമമാണ് അവനെ എന്നിൽ നിന്ന് അകറ്റാൻ നോക്കുന്നത് അറിഞ്ഞു. വേറൊന്നുമല്ല, ഞാൻ ക്യാൻസർ പേഷ്യന്റ് ആണല്ലോ. അപ്പം ഞാൻ മരിക്കും എന്ന് വിധി എഴുതുന്ന കുറച്ച് പേര് എനിക്ക് ചുറ്റുമുണ്ട്. അവരുമായിട്ട് കൂടിച്ചേർന്നാണ് നീക്കങ്ങൾ. അത് ഞാൻ ഇന്ന് രാവിലെയാണ് അറിഞ്ഞത്. എന്നെ വളരെയധികം വിഷമിപ്പിച്ചു. ഞാൻ കരയില്ല, കാരണം എന്നെ പോലെ ക്യാൻസർ പേഷ്യൻസ് കുറെ പേരുണ്ട്. ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിഷമമാകും. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് നല്ല ആളുകളുണ്ട്, അവർക്ക് വിഷമമാകും. അപ്പം ഈ എന്റെ കുഞ്ഞ് ഇപ്പൊ എനിക്ക് എന്തെങ്കിലും, അതായത് ഞാൻ ക്യാൻസർ പേഷ്യന്റ് ആണ്. അവന്റെ അമ്മ ഉടനെ മരിക്കും, ഞാൻ ഉടനെ മരിക്കും. പിന്നെ അവനാകെ അച്ഛൻ മരിച്ചുപോയി. അപ്പൊ അവകാശം ഞങ്ങൾക്ക് വേണമെന്ന് ഒരു കൂട്ടര്, ഞാൻ ഇന്നത് അറിഞ്ഞു, എന്നിൽ നിന്ന് അകറ്റിക്കൊണ്ടു പോകാൻ. ഞാൻ ആരാണെന്ന് എന്താണെന്ന് ഒന്നും പറയുന്നില്ല, ആരെയും കുറ്റപ്പെടുത്താനല്ല ഈ വീഡിയോ. എനിക്ക് ആകെയുള്ള എൻ്റെ കുഞ്ഞാണ്. അവനെയും കൂടെ എന്നിൽ നിന്ന് അകറ്റിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇല്ല. ഞാൻ എത്രത്തോളം വിഷമിച്ചാണ് ഈ വീഡിയോ എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഞാൻ തൊട്ടു ഇതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് അതിന്റെ ഫീലിങ്സ് മനസ്സിലാക്കില്ല. എനിക്ക് എംപതി അല്ലെങ്കിൽ സിമ്പതി അതിനല്ല ഞാൻ ഈ വീഡിയോ എടുത്തതും. അപ്പം രേണുവിന്റെ കുട്ടിയെ രേണുവിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ട് ഏതൊക്കെയോ കരങ്ങൾ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ ഇട്ടേക്കുന്നത്. കാര്യം പിടികിട്ടി കാണുമല്ലോ ആരെ ഉദ്ദേശിച്ചാണ്, എന്തുദ്ദേശിച്ചാണ് ഈ ഒരു വീഡിയോ ഇട്ടതെന്ന്. അത് തന്നെ കിച്ചൊരു ഉദ്ദേശിച്ച് തന്നെയാണ് ഈ ഒരു വീഡിയോ ഇട്ടേക്കുന്നത്. കുഞ്ഞിനെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു. ഇതെന്താണ്, വെള്ളരിക്കപ്പെട്ടണമെന്നല്ലോ ആണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. സത്യത്തിൽ രേണു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യകതയുണ്ടോ? നമ്മുടെ നാട്ടിൽ നിയമങ്ങളുള്ളതാണ്. ബഹുമാനപ്പെട്ട കോടതി അറിയാൻ വേണ്ടിയിട്ട് തമ്മിൽ കൊടുത്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഇപ്പോൾ അമ്മ മരണപ്പെടുകയാണെങ്കിൽ, അച്ഛൻ ഇല്ലെങ്കിൽ, ആ കുട്ടിയുടെ അവകാശം ആർക്കാണ് ലഭിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമപ്രകാരം ആർക്കും സ്വയമേ അവകാശമില്ല. എന്ന് വെച്ചാൽ അമ്മയുടെ വീട്ടുകാർക്കോ അച്ഛൻ്റെ വീട്ടുകാർക്കോ കിച്ചുവിനോ ഈ കുട്ടി എൻ്റേതാണ് എന്ന് പറയാനുള്ള നിയമാവകാശം ഇല്ല എന്നുള്ളതാണ്. കോടതി എന്താണ് പരിഗണിക്കുന്നത്? കോടതി എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കുന്നത്? ഈ കുട്ടിയുടെ ഏറ്റവും നല്ല ഭാവിയും
സുരക്ഷയും ആരുടെ കൂടെയാണ് എന്നാണ് കോടതി പരിശോധിക്കുന്നത്. കുട്ടിയെ വളർത്താനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടോ ഇല്ലയോ നോക്കും. ഈ കുട്ടിയെ അവകാശപ്പെട്ട് മുന്നോട്ട് വരുന്നവരില്ല, കുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുക്കാനുള്ള കഴിവ് അവർക്കുണ്ടോ ഇല്ലയോ നോക്കും. കുട്ടിയോടുള്ള മാനസിക അടുപ്പം, സുരക്ഷിതമായിട്ടുള്ള ഒരു കുടുംബ അന്തരീക്ഷം, ഇങ്ങനെ കുറെ ഫാക്ടേഴ്സ് പരിശോധിച്ച ശേഷമാണ് കോടതി ഒരു തീരുമാനം എടുക്കുന്നത്. പിന്നെ രേണുവിന് തീരുമാനിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രേണുവിന് ഒരു പവർ ഉണ്ട്. കാര്യം സ്വന്തം അമ്മയാണ്, അമ്മയുടെ വാക്കിന് കോടതി വില കൊടുക്കുന്നുണ്ട്. രേണുവിന് ഒരു അഡ്വക്കേറ്റിന്റെ സഹായത്തോടു കൂടി ഒരു വില്ല് അല്ലെങ്കിൽ ഗാർഡിയൻഷിപ്പ് സംബന്ധിച്ച ഒരു ഡോക്യുമെന്റ് രേണുവിന്റെ ആഗ്രഹപ്രകാരം തയ്യാറാക്കി നൽകാൻ കഴിയുന്നതാണ്. അത് പിന്നീട് ഇങ്ങനെ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്ന സമയത്ത് കോടതി ആ ഒരു കാര്യത്തെയും പരിഗണിക്കുന്നതാണ്. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഈ പറയുന്ന അച്ഛൻ്റെ വീട്ടുകാർക്കോ അമ്മയുടെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ കിച്ചുവിനോ ആർക്കും ഈ ഋതപ്പൻ എന്ന് പറയുന്ന കുട്ടിയുടെ മുകളിൽ അവകാശം സ്ഥാപിക്കാൻ അങ്ങനെ പെട്ടെന്ന് പോയി പറ്റില്ല. അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ആരോ ആയിക്കോട്ടെ, രേണു ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അങ്ങനെ ഒരു നീക്കവുമായി പോയാൽ തന്നെ അത് വിജയം കാണുമെന്ന് എനിക്ക് തോന്നണില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം, ഓക്കെ. ഇനിയിപ്പോൾ രേണു ഇല്ലാത്തൊരവസ്ഥയിലാണെങ്കിൽ പോലും ഒരു വില്ല് തയ്യാറാക്കി നൽകി കഴിഞ്ഞാൽ അതിനൊരു പ്രാധാന്യമുണ്ട് എന്ന് കരുതി രേണു പറയുന്ന ആർക്കും കുട്ടിയെ വിട്ടുകൊടുക്കാൻ പറ്റും എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കോടതി അതും പരിഗണിക്കും. കോടതിക്കൂടെ ബോധ്യപ്പെട്ടാൽ മാത്രമേ രേണു പറയുന്ന വ്യക്തികളുടെ കൂടെ കോടതി വിടൂ. അല്ലാതെ രേണു പറഞ്ഞതിന്റെ പേരിൽ കോടതി അങ്ങനെ വിട്ടുകൊടുക്കത്തൊന്നുമില്ല. ഇപ്പൊ രേണുവിനകത്ത് കുറെ പേരുകൾ പറയുന്നുണ്ട്, എൻ്റെ കുട്ടിയുടെ അവകാശം ഇന്ന വ്യക്തികൾക്കാണ് എന്ന്. അതൊന്നും ഒരിക്കലും ഒരു തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ നടപടിയാവുന്ന പരിപാടികളല്ല. പക്ഷെ സ്നേഹമുള്ളവർ ഒരുപാട് പേര് എന്നെ സ്നേഹിക്കുന്നത് എനിക്ക് ഒരുപാട് സന്തോഷമാണ്. എന്റെ കുഞ്ഞിനെ എനിക്കിനിയിപ്പം ഈ ക്യാൻസറിന്റെ വിഷയം ഇനിയിപ്പം മുന്നോട്ട് 5 കീമോ ഉണ്ട്, അതിലുപരി 2 lakhs മെഡിസിൻ, ഓരോ കീമോയ്ക്കും 2 lakhs മെഡിസിൻ വെച്ച് എനിക്ക് എടുക്കുന്നുണ്ട് ശരീരത്തിൽ. സോ എങ്കിൽ മാത്രമേ ഞാൻ തിരിച്ചു വരത്തുള്ളൂ എന്നാണ് ആ ഒരു ഇത്. അതുകൊണ്ടാണ് സോ ഡോക്ടേഴ്സ് അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ എല്ലാവരും എനിക്ക് ധൈര്യം തരുന്നുണ്ട്. പക്ഷെ എങ്കിലും ഞാൻ അറിഞ്ഞായിരുന്നു എന്റെ RCCയിൽ 2 lakh മെഡിസിൻ എനിക്ക് തോന്നണില്ല. അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥയിലാണ്. സോ എനിക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ. എന്നെ ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ട്. ദൈവം എനിക്കൊന്നും വരുത്താതിരിക്കട്ടെ എന്റെ ഋതപ്പനെ ഓർത്ത്. അപ്പം അഥവാ ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിച്ച ഈ പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ വന്ന് പറയാണ്, എന്റെ കുഞ്ഞിനെ ഞാൻ എന്റെ പപ്പ തങ്കച്ചൻ PG, അതായത് ഋതുൽദാസിനെ തങ്കച്ചൻ PG അല്ലെങ്കിൽ കുഞ്ഞുഞ്ഞമ്മ തങ്കച്ചനോ അല്ലെങ്കിൽ എന്റെ ചേച്ചി രമ്യ ലിബുവിനെയോ അല്ലെങ്കിൽ ലിബു എന്റെ ചേട്ടാപ്പി, ഇവരെ 4 പേരെ അല്ലാതെ ഞാൻ വേറെ ആരെയും ഏൽപ്പിക്കത്തില്ല. എനിക്ക് ആരും വിശ്വാസമില്ല. എന്റെ കുഞ്ഞിനെ ഋതുൽദാസിനെ ഞാൻ ഈ 4 പേരെ മാത്രമേ ഏൽപ്പിക്കുള്ളൂ. എനിക്ക് എന്തെങ്കിലും ക്യാൻസർ വന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ 4 പേരായിരിക്കും എന്റെ കുഞ്ഞിനെ നോക്കേണ്ട ഉത്തരവാദിത്വം. ഞാൻ അവരെ ഏൽപ്പിക്കുകയാണ്. പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ പറയാണ്, എന്റെ കുഞ്ഞിനെ അവര് 4 പേരല്ലാതെ വേറെ ആർക്കും ഞാൻ കൊടുക്കത്തില്ല എന്റെ കുഞ്ഞിനെ. അതിനുള്ള നിയമപരമായിട്ട് എന്തായാലും മുന്നോട്ട് തന്നെ ഞാൻ പോകും. എന്റെ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ നോക്കിയാൽ ഞാൻ അത് ചെയ്യും. ഈ 4 പേര് എന്നെ പൊന്നുപോലെ നോക്കുന്നില്ല അവര്. അപ്പൊ എന്റെ കുഞ്ഞിനെ അവര് നോക്കും. എന്റെ കണ്ണുമുന്നിൽ തന്നെ എന്റെ കുഞ്ഞ് കാണണം എപ്പോഴും, എന്റെ മരണം വരെ. അപ്പം ഇത് ഒന്ന് അറിയിക്കാൻ വേണ്ടി, ആ നീക്കം ഞാൻ അറിഞ്ഞു, അതൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പബ്ലിക്കിന്റെ മുന്നിൽ വന്നത്. അത് ആരാണെന്നോ ആരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അത് അറിയാവുന്നവർക്കും അറിയാം, എനിക്കും അറിയാം. ഞാൻ അറിഞ്ഞ വിഷയമാണ് എന്റെ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ നോക്കുന്നത്. അപ്പം രേണു പറയുന്ന ഈ 4 പേർക്ക് മാത്രമാണ് കുഞ്ഞിനെ നോക്കാനുള്ള അവകാശമുള്ളൂ എന്നാണ് രേണുവിന്റെ തീരുമാനം. ഞാൻ നേരത്തെ പറഞ്ഞ അമ്മ തയ്യാറാക്കിയ വില്ല് അല്ലെങ്കിൽ ആ ഗാർഡിയൻഷിപ്പ് സംബന്ധിച്ച ആ ഒരു ഡോക്യുമെന്റ്, രേണു ഈ പറഞ്ഞ കാര്യങ്ങൾ ലീഗലി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സാധനം സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. കോടതി പിന്നീട് അത് ചെക്ക് ചെയ്യുകയും ചെയ്യും എന്ന് കരുതി കോടതിക്ക് ഇത് 100% പാലിച്ചോളാം എന്ന് കോടതി ഒരിക്കലും പറയില്ല. കുട്ടി ഒരു പ്രായപൂർത്തിയാകാത്ത മൈനർ ആയിട്ടുള്ള കുട്ടിയാണെങ്കിൽ കുട്ടിയുടെ വെൽഫെയറും ഏറ്റവും നല്ല താല്പര്യവുമായിരിക്കും കോടതി പരിഗണിക്കുന്നത്. ഉദാഹരണത്തിന് അമ്മ വില്ലിൽ മരണശേഷം എൻ്റെ കുട്ടിയെ എൻ്റെ സഹോദരനോടൊപ്പം വിടണം എന്ന് എഴുതി വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. പിന്നീട് കോടതിക്ക് മനസ്സിലാവുകയാണ് ഈ അമ്മ എഴുതി വെച്ചേക്കുന്ന വ്യക്തിക്ക് കുട്ടിയെ നോക്കാനുള്ള സാമ്പത്തിക ശേഷിയോ ആ ഒരു അറ്റ്മോസ്ഫിയറോ ഇല്ല എന്ന്. കോടതി റിജക്റ്റ് ചെയ്യും, കുട്ടിയെ ആ വ്യക്തിയുടെ കൂടെ വിടൂല. അതേസമയം കുട്ടിയെ വേണമെന്ന് പറഞ്ഞ് മറ്റൊരാൾ വരികയാണ്, ഈ പറയുന്ന വ്യക്തിക്ക് സാമ്പത്തിക ശേഷിയും കുട്ടിയോടുള്ള അടുപ്പവും എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചിലപ്പോൾ കോടതി അവരുടെ കൂടെ കുട്ടിയെ വിടും. കുട്ടിയുടെ അമ്മ പറഞ്ഞ ആളുടെ കൂടെ വിടണമെന്ന് ഒരുറപ്പും പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ അമ്മ അങ്ങനെ ഒരു വില്ല് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു പ്രാധാന്യം കോടതി കൊടുക്കും, അതിനൊരു മേൽക്കോയ്മ കിട്ടും. ഈ കുട്ടിയുടെ ഗാർഡിയൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരു തർക്കം അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അമ്മയുടെ ആഗ്രഹം കൂടി അവിടെ കോടതി പരിഗണിക്കുന്നതാണ്. അപ്പോൾ കുട്ടിയുടെ വെൽഫെയറും അതിൻ്റെ സേഫ്റ്റിയും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് കോടതി വിടുന്നത്. ഇപ്പോൾ രേണു പറയുന്ന വ്യക്തികൾക്ക് ഇതൊന്നും ഇല്ലെങ്കിൽ, അവർ വാടക വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ, അവർക്ക് സ്ഥിരമായിട്ടൊരു വരുമാനം ഇല്ലെങ്കിൽ, ഒരു സേഫ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ അവർക്ക് ഒരുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല. എന്താണെങ്കിലും നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. പക്ഷെ എന്തിന് ഇതൊക്കെ വന്നിരുന്നിട്ട് ഇങ്ങനെ വിവാദമാക്കുന്നു എന്നാണ് മനസ്സിലാവാത്തത്.
നിങ്ങൾ പറയുന്നു യൂട്യൂബ് ചാനലിൽ നിന്നുള്ള വരുമാനം കിട്ടിയിട്ടാണ് നിങ്ങൾ ചികിത്സ നടത്തുന്നതെന്ന്. അങ്ങനെ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ വിവാദങ്ങൾ സൃഷ്ടിച്ച് റീച്ചിലോട്ട് പോയി അതിൽ നിന്ന് പൈസ കിട്ടാനാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ചെയ്തോളൂ, തുടരൂ, ഒന്നും പറയാനില്ല. പക്ഷേ തൻ്റെ മാനസികാരോഗ്യവും സന്തോഷവും സമാധാനവുമാണ് തനിക്ക് മുഖ്യമെങ്കിൽ ഇമ്മാതിരി പരിപാടിക്ക് ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള വീഡിയോയിൽ വന്നിട്ട് പറയരുത്. കമൻറ്റ് സെക്ഷനിൽ ആളുകൾ അങ്ങനെ പറയുന്നു, ഞാൻ ചാവുമെന്ന് പറയുന്നു, അങ്ങനെ ഇങ്ങനെ എന്തെന്ന് പറയാൻ നിൽക്കരുത്. നിങ്ങളുടെ പ്രവൃത്തിക്കുള്ള റിയാക്ഷൻ മാത്രമാണത്. ആളുകൾ അങ്ങനെ റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും രേണുവിന് മാത്രമാണ്. വെറുപ്പ് സമ്പാദിക്കാനാണ് തീരുമാനമെങ്കിൽ തുടരൂ. ഓൾ ദ ബെസ്റ്റ്. നമ്മുടെ പള്ളിയിലച്ഛനെ പറ്റി 2 വാക്കുകൂടെ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. അദ്ദേഹം ഒരു പ്രീസ്റ്റ് ആണ്. എന്നെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്റർവ്യൂവിൽ പറഞ്ഞു. സോ അദ്ദേഹത്തെ ഒരുപാട് പേര് കുറ്റം പറയുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അദ്ദേഹം ഒരു പ്രീസ്റ്റ് ആണ്. അദ്ദേഹം എന്തുമാകട്ടെ, എന്നെ പറ്റി സോഷ്യൽ മീഡിയയിൽ അദ്ദേഹവും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനും അദ്ദേഹത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുള്ളതല്ലാതെ, കുറച്ച് വ്ളോഗേഴ്സ് അത് വലിയ കാര്യത്തിൽ എടുത്തിട്ടുള്ളതല്ലാതെ, ഞങ്ങൾ രണ്ടും ഇന്നീ നിമിഷം വരെ നേർക്കുനേരെ ഒരു നോട്ടം കൊണ്ടോ സംസാരം കൊണ്ടോ നേർക്കുനേരെ ഒന്നും ഞങ്ങൾ വിദ്വേഷത്തോടെ പെരുമാറിയിട്ടില്ല അദ്ദേഹത്തോട്. എനിക്ക് അസുഖമാണെന്ന് അറിഞ്ഞ് അദ്ദേഹം ഈ വീട്ടിൽ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു ദൈവ പുരുഷനാണ്. എല്ലാം മറന്നിട്ട് അദ്ദേഹം എനിക്ക് വേണ്ടി ദൈവമേ ആ കൊച്ചിന്റെ അസുഖം മാറ്റണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു വലിയൊരു ദൈവ പുരുഷനാണ്. ദൈവികമായിട്ടുള്ള ചൈതന്യം അദ്ദേഹത്തിനുള്ളത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം എന്നെ കാണാൻ വന്നതും പ്രാർത്ഥിച്ചത്. ഞാൻ അദ്ദേഹത്തോട് പബ്ലിക്കായിട്ട് ക്ഷമ ചോദിച്ചു, ഇനിയും ഞാൻ ക്ഷമ ചോദിക്കുന്നു. അദ്ദേഹം ഇന്നും വന്ന് പ്രാർത്ഥിച്ചു. ഈ ദൈവികമായിട്ടുള്ള ചൈതന്യമുള്ള അച്ഛൻ്റെ പഴയ വോയിസ് ഒക്കെ പുറത്തു വന്ന കോമഡി ആയിരിക്കും. ആളുകൾക്ക് പൊട്ടിച്ചിരിക്കാൻ കുറേ ഐറ്റംസ് കിട്ടും. നല്ല ഒന്നാം തരം ഉടായിപ്പ് എന്ന് ഈ അച്ഛനെ പറ്റി എനിക്ക് പറയാനുള്ളൂ. ഇങ്ങനെ എന്തിനാണ് ഈ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാൻ നടക്കുന്നത്? നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഈ രേണു സുധിക്കെതിരെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങേര് എത്ര യൂട്യൂബേഴ്സിനെ കോണ്ടാക്ട് ചെയ്ത് അവരെ പ്രോത്സാഹനമായിരുന്നു. ഞാൻ പറഞ്ഞു തരാം കോണ്ടന്റ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച വ്യക്തിയാണ് ഈ ബിരുദൻ. എന്നെ ഇതുവരെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല, പക്ഷെ കോണ്ടാക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. എൻ്റെ പൊന്നച്ചാ, നിങ്ങൾക്ക് ഒരുപാട് പണി അല്ലാതെ തന്നെ കാണുമല്ലോ. നിങ്ങൾ എന്തിനാണ് ഈ വള്ളി പിടിക്കാൻ നിൽക്കുന്നത്? ആവശ്യമില്ലാത്ത വിവാദങ്ങൾ എന്തിനാണ് ഉണ്ടാക്കാൻ നിൽക്കണേ? എന്നിട്ട് ഇങ്ങനെ തന്നെ ഒന്ന് പറയാണ്, നിങ്ങൾ വിവാദമാക്കരുത്. ആദ്യം നിങ്ങളുടെ വാ അടച്ചു വെക്കുവേ, എന്നിട്ട് വിവാദം ഉണ്ടാക്കലെന്ന് പറ. ഇങ്ങനെ ചുമ്മാ വന്നിരുന്ന് കാണാ പറഞ്ഞ് ഇതിനകത്ത് ഫ്യൂർ ഒഴിച്ചു കൊടുക്കുക ആളി കത്തിക്കാൻ വേണ്ടിയിട്ട്. അച്ഛന് ഫെയിം ആണ്, ലൈം ലൈറ്റിലേക്ക് നിൽക്കാൻ വല്ല ബിഗ് ബോസ് എല്ലാം പോകാൻ വല്ല താല്പര്യം ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പിടിക്കുക. ഈ രേണുവിനെ പിടിച്ചാൽ മാത്രമേ അച്ഛന് ഇത് ആവത്തുള്ളൂ. അതുകൊണ്ടാണോ ഇതിനകത്ത് തന്നെ കിടന്ന് ഞാലുന്നത്? ഇല്ല, ഉറിയിലാടുന്ന കുരങ്ങിന്റെ ഫിലിപ്പിന്റെ ആടുന്ന സെറ്റപ്പാ. അതുകൊണ്ട് അച്ഛൻ ഈ കാര്യത്തിൽ തെറിവിളി വല്ലതും കിട്ടുന്നുണ്ടെങ്കിൽ അച്ഛനത് ഡിസർവ് ചെയ്യുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതലൊന്നും എനിക്ക് പറയില്ല. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വരാം ഗൈസ്. അപ്പം ശരി.